ഷഷാദ്, സിനിമ കൊണ്ട് കുടുംബജീവിതം തകർന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മലയാള ചലച്ചിത്ര മേഖല ശുദ്ധീകരിക്കപ്പെടും എന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ഇത് മുമ്പേ പബ്ലിഷ് ചെയ്യേണ്ട ഒരു സംഗതിയല്ലേ ഇത്. ഇതിന്റെ മുകളിൽ 5 വർഷം ഇത് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞു പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യാന്ന്. എന്റെ 2 കംപ്ലൈന്റുകൾ ഇന്ന് വരെ FIR ആവാതെ 2 പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഒരു പുതുമുഖ നിർമ്മാതാവ് എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ, അത് ഞാൻ മുമ്പും പല ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും ആവർത്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പരാതികൾ ഏകദേശം 2-2.5 വർഷമായിട്ട് ഇപ്പോഴും അത് ആ ഫയലിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. CSR കോപ്പീസ് മാത്രമേ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇപ്പം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിലും അത് നല്ലൊരു രീതിയിലേക്ക് കേസ് എടുക്കാതെ ഇങ്ങനെ അത് എന്താണ് അതിന്റെ ഉള്ളടക്കം പോലും സത്യം എനിക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിനെ സമീപിച്ചിട്ട് പോലും ആ കേസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നീങ്ങപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളടക്കം, അതിന്റെ പുന്നാമ്പുറത്ത് ആരൊക്കെയാ ഉള്ളത് എന്ന് പോലും നമ്മൾ ഊഹിക്കാതെ തന്നെ നമുക്കത് കോടതിയിലുള്ളവർക്കും താരാരാധനയാണോ? അല്ല, അതാണ്. അതിപ്പോ നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് അതിന് ഒരു വ്യക്തമായ ഒരു തെളിവില്ലാതെ അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും ഇവിടെ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം 2023 പെറ്റീഷൻ സ്വീകരിക്കുന്നു, ആ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ററിം ഓർഡർ പാസ്സാക്കപ്പെടുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കേസ് വിളിക്കുന്നില്ല. കേസ് ഇങ്ങനെ എടുത്ത് അഡ്ജേൺ ചെയ്ത് പോവുകയാണ്. അത് ആരുടെ താല്പര്യമാണ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഞാൻ എന്റെ അഡ്വക്കേറ്റിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കാരണം ഞാൻ വളരെ ശ്രദ്ധിച്ച് വളരെ ആലോചിച്ചതിന് ശേഷം വളരെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അഡ്വക്കേറ്റിന്റെ അടുത്താണ് ഞാൻ പോയത്. കാരണം ബാക്കിയുള്ള അഡ്വക്കേറ്റ്സ് ഒക്കെ പൊളിറ്റിക്കലി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അവർക്ക് ചിലപ്പം അവരെ സ്വാധീനിക്കപ്പെടാം, അല്ലെങ്കിൽ അവരുടെ മേലിൽ പ്രഷർ ഉണ്ടാവുക എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ കുറെ കാലങ്ങളിൽ വെയിറ്റ് ചെയ്ത് അതിന്റെ ശേഷം ഞാൻ തന്നെ ഒരു അഡ്വക്കേറ്റിനെ കണ്ടെത്തി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. പക്ഷെ അദ്ദേഹം ഇപ്പൊ പറയുന്നത് കേസ് ഇങ്ങനെ വിളിച്ച് സർക്കാർ വക്കീൽ വന്നിട്ട് സമയം ചോദിക്കുകയാണ്. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ, അങ്ങനെ ഹൈക്കോടതിയുടെ സർക്കാരിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ടല്ലോ, അവര് വന്ന് സമയം ഇങ്ങനെ ഓരോ പ്രാവശ്യം കേസ് എടുക്കുമ്പോഴും സമയം ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് കേസ് ഇങ്ങനെ നീട്ടിവെക്കുകയാണ്. അതിനൊരു പരിമിതി വേണ്ടേ? അല്ലാതെ ഇപ്പം നമുക്ക് 2 വർഷം 2.5 വർഷമായിട്ട് ഇങ്ങനെ അല്ല 1 വർഷം 1.5 വർഷമായിട്ട് ഇങ്ങനെ തള്ളിപ്പോവാൻ പറ്റുമോ? അത് ഒരു പുതുമുഖ നിർമ്മാതാവിന്റെ വരവോട് കൂടിയിട്ടാണ് എന്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയ പ്രശ്നം ഞാൻ കുടുംബത്തിൽ അനുഭവിക്കേണ്ടത് വന്നത്. അവനെതിരെ ഞാൻ കൊടുക്കാത്ത പരാതികളില്ല. അവൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ ഞാൻ പോയി പരാതി കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ഷാജഹാൻ സാറിന് വാർത്ത ചെയ്തതാണ്. പുള്ളിക്കറിയാം ആരാ ആളെന്നുള്ളത്. ഓക്കെ, പാർട്ടിന് അൺഒഫീഷ്യലായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. അതിന് പുറമെ ലീഗലായിട്ടുള്ള കംപ്ലൈന്റുകൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പക്ഷെ ഇന്ന് വരെ ഒരു നടപടിയും ഇല്ല. പക്ഷെ അവൻ ഓരോ ദിവസം കഴിയുന്നോറും അവൻ കൂടുതൽ ശക്തി പ്രാപിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊരു നെക്സസ് ആണ് അല്ലേ? അതായത് ഇതിൽ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അതുപോലെ പോലീസുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതെ, അതിലൊരു കാര്യം ഞാൻ പറയാം. 2016 വരെ സീറോ ലെവലിൽ ഉണ്ടായിരുന്ന ഒരാൾ, ഡിപ്പെൻഡിങ് വിസയിൽ UK കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരുത്തൻ 2016 വരെ ഡിപ്പെൻഡിങ് വിസയിൽ ബെഡ് സ്പേസ് ഷെയർ ചെയ്തുകൊണ്ട് താമസിച്ച ഒരുത്തൻ 2016 ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ അവൻ അവിടെ ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പണങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള പണങ്ങൾ ആ കമ്പനി അക്കൗണ്ടിലേക്ക് ഒഴുകുകയാണ്. UK ഒഴുകിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യപ്പെട്ട് അത് പല സിനിമ പ്രൊഡക്ഷൻ കമ്പനികളിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാണ്. അവൻ മമ്മൂട്ടിന്റെ മാനേജറുടെ കമ്പനിയുണ്ട്, ജോർജിന്റെ കമ്പനിയിലടക്കം അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഫണ്ടുകൾ സ്വീകരിക്കുമ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാൻ പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ. അല്ല ഷർഷാദ്, ഇപ്പൊ താരരാജാക്കന്മാർ പോലും പ്രതിക്കൂട്ട് നിൽക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതുമുഖ സംവിധായിക എന്ന രീതിയിലാണ് താങ്കളുടെ ഭാര്യ ഈ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് അല്ലേ? പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാത്ത പിന്തുണ അവർക്ക് ലഭിക്കുകയും ചെയ്തു. അല്ല, അത് പിന്തുണ ലഭിച്ചത് പിന്തുണ ലഭിച്ചതിനെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ ശേഷം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, കാരണം അവര്
അവരുടെ ഒരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അവർ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ആകുന്നതും അത് അവിടെ നമ്മളെ കേരളത്തിൽ എന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ നടന്റെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിലാണ് ഞാൻ അവരെ കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്യുന്നതും അവരുടെ കസ്റ്റഡി പ്രകാരമുള്ള ഒരു എന്താ പറയുന്ന എനിക്കത് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി എന്റെ പുസ്തകം അണ്ടർ പ്രിപ്പറേഷനിലാണ്. അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ ചലനങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? കാരണം ഈ പറഞ്ഞ പോലെ അല്ല, മാഫിയ ബന്ധമുണ്ട്, അധോലോകം ഇവരാണ് പിന്നെ ഈ മേഖലയെ നിയന്ത്രിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നു. അതും ഒരു റിട്ടയർഡ് ജഡ്ജാണ് പറയുന്നത് കേട്ടോ. അത് നമുക്ക് മുഖവിലക്ക് എടുത്തേ പറ്റൂ. അല്ല, ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് ഒരു നടപടി എടുക്കണമെങ്കിൽ ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള കോക്കസുകളുമായിട്ട് ബന്ധമുള്ള ആളാവുമ്പോൾ എങ്ങനെ ആ സംസ്ഥാന ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് നമുക്കൊരു പ്രതീക്ഷ വെക്കാൻ പറ്റും? നിങ്ങൾ പറയൂ. അതെ, അത് ഒരു സ്ത്രീ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത്. സ്ത്രീ വിഷയത്തിൽ സ്ത്രീ വിഷയത്തിൽ പാർട്ടി നടപടിയെടുത്ത ആള് ഇന്നിപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പോലും കണ്ണൂരിലുള്ള ഒരു വലിയൊരു നേതാവ് അദ്ദേഹത്തിനെതിരെ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. അയാളുടെ കുടുംബത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഒരു വലം കൈയായ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു പുതുമുഖ നിർമ്മാതാവ് ഈ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരുടേതും മറ്റു ആൾക്കാരുടെതും ഹവാല പണങ്ങൾ UK മുഖേന റൂട്ട് ചെയ്തും കൊണ്ട് അത് മലയാള സിനിമയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു പ്രതീക്ഷ വെച്ച് ഇത് ചെയ്യാൻ പറ്റും?